വട്ടപ്പൊട്ടക്കിട്ട് അലക്സയെ വരെ ഫെമിനിസം പഠിപ്പിക്കാൻ ചിലരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അലക്സയുടെ സ്ത്രീ ശബ്ദം ആൺകുട്ടികൾക്കിടയിൽ സ്ത്രീ അവരുടെ ആജ്ഞകൾ കേൾക്കുന്ന അനുസരിക്കുന്ന ഒരു ടൂൾ എന്ന ധാരണ ഉണ്ടാക്കുമെന്നാണ് ഈ വട്ടപ്പൊട്ടിട്ടവർ പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. അലക്സ യൂസ് ചെയ്യുന്ന വീടുകൾ, സിരി യൂസ് ചെയ്യുന്ന വീടുകളിൽ നിങ്ങളുടെ ഏതൊരു ഡിമാൻഡിനും റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഫീമെയിൽ വോയിസ് ഉള്ള ഒരു അലക്സയെ കേട്ട് വളരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും നിരന്തരമായിട്ട് ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് ആരോടാണ് പറയേണ്ടത്? തിരിച്ച് അതിന് സബ്സർവിയന്റ് ആയിട്ട് ഡോമിനേറ്റഡ് ആയിട്ട് ഭയങ്കര വിൽഫുൾ ആയിട്ട് ഡോമിനേറ്റഡ് ആകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രൈണ വോയിസിൽ റെസ്പോൺസ് വരികയാണ്. എങ്ങനെയുണ്ട്? അലക്സയുടെ സ്ത്രീ ശബ്ദം അങ്ങനെ സ്ഥിരമായി അങ്ങനെ തന്നെയാണെന്നാണ് ഇവരുടെയൊക്കെ ധാരണ. ഒന്നും വേണ്ട, നേരെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പോരെ. ഹൗ ടു ചേഞ്ച് അലക്സ ഫീമെയിൽ വോയിസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ കൃത്യമായിട്ടും പറഞ്ഞു തരും എങ്ങനെ അത് മാറ്റണമെന്ന്. അല്ലെങ്കിൽ അലക്സയ്ക്ക് തന്നെ വോയിസ് കൊടുക്കുക, അപ്പോൾ അലക്സ കൃത്യമായി ആ ഫീമെയിൽ വോയിസ് മാറ്റി മെയിൽ വോയിസ് ആക്കും. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പോലും ഇവർക്കറിയില്ല. അതിനാണ് ഇങ്ങനെ നീട്ടി വളച്ച് വരച്ച് മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഓരോ ഓപ്പറേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെയൊക്കെ അന്ധാളിപ്പിക്കുന്നത്. ലൈറ്റ് ഇടാൻ പറയുമ്പോൾ ലൈറ്റ് ഇടുന്ന, ലോക്ക് ചെയ്യാൻ പറയുമ്പോൾ ലോക്ക് ചെയ്യുന്ന. അപ്പം ആരാണ് ഈ ജെൻഡർ റോള് പെർഫോം ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സിഗ്നലിംഗ് അടുത്ത ജനറേഷന് കൊടുക്കുകയാണ്. അപ്പൊ അത് ഇന്റർസെക്ഷണൽ മാത്രമല്ല, ഇന്റർ ജനറേഷണൽ ഓപ്പറേഷൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.